ഹായ്, ഞാൻ ഇന്നൊരു കഥ വായിക്കാനിടയായി. ഈ കഥ വായിച്ച സമയത്ത് തന്നെ വായിച്ചു കഴിയുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് വല്ലാതെ നോക്കി. നിങ്ങളോടും ആ കഥ ഞാൻ പങ്കുവയ്ക്കട്ടെ. ഈ കഥ ഇങ്ങനെയാണ്. ഖബറിൽ പലകയുടെ മുമ്പ് മുക്രി വിളിച്ച് ചോദിച്ചു, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ദൂരെ നിന്നൊരുത്തൻ അപ്പോഴാണ് ഓടിക്കിതച്ചു വരുന്നത്. അവനെ എല്ലാവരും രൂക്ഷമായി നോക്കി. ഇതുവരെ ഇവിടെയെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരാളാണല്ലോ എന്ന് അവരുടെ ഹൃദയങ്ങൾ മന്ത്രിച്ചു. ഒറ്റത്തവണ അവന് മുഖം കാട്ടിക്കൊടുത്ത അവർ ഖബർ മണ്ണിട്ടു. എല്ലാവരും തിരിച്ചുപോയി. ദിവസങ്ങൾ കടന്നുപോയി. വെള്ളിയാഴ്ച ദിവസം ഏക്കറുകൾ നീണ്ടു കിടക്കുന്ന നിറച്ചും വലിയ മരങ്ങൾ തിങ്ങിയ ആ പള്ളിക്കാട്ടിലേക്ക് അവളുടെ ഉപ്പയും അമ്മാവന്മാരും നടന്നു കയറി. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട അവർ നിറം മാറിയിട്ടില്ലാത്ത ആ ഖബറിന് ചാരെ എത്തുമ്പോൾ അന്നു കണ്ട ആ പയ്യനെ അതേ വേഷത്തിൽ അവിടെ കണ്ടു. തൊട്ടടുത്ത ഖബറിന് ചാരയുള്ള തേക്ക് മരത്തിൽ ചാരി തളർന്നിരിക്കുകയാണ് അവൻ. ദൂരെ എവിടെ നിന്നോ യാത്ര ചെയ്ത് വന്ന ഒരാളാണ് എന്നും അന്ന് ഖബറടക്കിയ ശേഷം ഈ സമയം വരെ തിരികെ പോയിട്ടില്ല എന്നും മനസ്സിലാക്കിയ അവളുടെ വാപ്പ ദുആ പ്രാർത്ഥന ചെയ്ത ശേഷം മെല്ലെ അവന്റെ അരികിലേക്ക് നടന്നു ചെന്നു. അവന്റെ കണ്ണുകൾ മറ്റൊരു നിറഞ്ഞ് സ്വീകരിച്ചിരുന്ന എന്ന് അയാൾ കൂടുതൽ വേദനയിലായിരുന്നു. തന്റെ മകൾ ഈ പയ്യന് അത്രമേൽ പ്രിയപ്പെട്ട ആരോ ആണെന്ന് അയാൾക്ക് മനസ്സിലായി. പാത്തുവിന്റെ ഫ്രണ്ടാണോ മോനെ? അത് ചോദിക്കുമ്പോൾ അയാളുടെ ഹൃദയം ശബ്ദം ഇടറി. അവൻ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. വീണ്ടും എന്തൊക്കെയോ ചോദിക്കാൻ തോന്നിയെങ്കിലും അയാളുടെ ഹൃദയം പൊട്ടുന്നത് പോലെ അനുഭവപ്പെട്ടു. എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകുമ്പോൾ അയാളുടെ ഉള്ളിൽ 1000 ചോദ്യങ്ങൾ തള്ളിപ്പെയ്തുകൊണ്ടേയിരുന്നു. അതിനു മുമ്പ് ഒരിക്കൽ പോലും സ്വന്തം മകളുടെ ഫോൺ മേടിച്ചു നോക്കിയിട്ടില്ലാത്ത അയാൾ അന്ന് ആ ഫോൺ എടുത്ത് വെറുതെ പരിശോധന നടത്തി. അതിൽ എന്റേത് എന്ന് അർത്ഥം വരുന്നൊരു ഇംഗ്ലീഷ് വാക്കിൽ സേവ് ചെയ്തിരുന്ന നമ്പറിൽ അയാൾ കാൾ ചെയ്തു. ഉടൻ ഫോണിന്റെ സ്ക്രീനിൽ പള്ളിക്കാട്ടിൽ തളർന്നിരിക്കുന്ന അതേ ചെക്കന്റെ ചിരിക്കുന്ന ചിത്രം തെളിഞ്ഞു വന്നു. സംശയങ്ങൾ തീർന്നപ്പോൾ അയാൾ പള്ളിക്കാട്ടിലേക്ക് വേഗത്തിൽ പോയി. പള്ളിക്കാട്ടിലേക്ക് എത്തുമ്പോൾ പക്ഷെ അവിടം ശൂന്യമായിരുന്നു. അത്ര ദിവസം വെയിലും മഴയും കൊണ്ട് കൂരിരുട്ടിൽ തനിയെ ഇരുന്ന് അങ്ങനെ ഓരോന്നായി ചിന്തിച്ചപ്പോൾ അയാളുടെ ഹൃദയം അവനെ കാണാൻ വെമ്പൽ കൊണ്ടു. പക്ഷേ കാര്യമില്ലല്ലോ, 2 തവണ കണ്ടതല്ലാതെ അറിവൊന്നുമില്ലല്ലോ. വീട്ടിലെത്തി ഫോണിൽ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ ഓഫുമായി. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് പള്ളി കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ വന്ന് അയാളോട് ആ കാര്യം അറിയിച്ചത്. അസർ വൈകുന്നേരം വാങ്ങു വിളിക്കാൻ വന്ന മുഖയാണത്രേ ആദ്യം കണ്ടത്. പള്ളിയുടെ ഹൗലങ്കരയിൽ മുസ്ലിംകൾ അംഗശുദ്ധി വരുത്തുന്ന ചെറിയ കുളം. ഒരു ചെക്കൻ മരിച്ചു കിടക്കുന്നെന്ന് കണ്ടിട്ട് ഈ നാട്ടുകാരൻ അല്ലെന്ന് നാട്ടുകാർ എല്ലാവരും പള്ളിയിലേക്ക് നടന്നും ഓടിയും ചെല്ലുന്നുണ്ട്. ദൂരെ നിന്ന് ആ കടും നീല നിറമുള്ള ഷർട്ട് കണ്ടപ്പോൾ തന്നെ പാത്തുവിന്റെ വാപ്പ നെഞ്ചിൽ കൈ അമർത്തി പള്ളിയുടെ പടികളിൽ ഒന്നിൽ തളർന്നിരുന്നു. മോളെ പാത്തു, എവിടെന്ന് കിട്ടിയടി നിനക്ക് ഇങ്ങനെ ഒരുത്തനെ? അയാളുടെ ചുണ്ടുകൾ വിറകൊണ്ടു. കണ്ണുകൾ നിറഞ്ഞാതെ ഒഴുകി. പാത്തുവിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്നും അതുപോലെ ഒരു ശബ്ദം അയാൾ മാത്രം കേട്ടു. ആ വന്നു കൂടിയ 100 കണക്കിന് മനുഷ്യരിൽ അയാൾ മാത്രം ആ നിലവിൽ കേട്ടു. ഇതാണ് കഥ. ഇത് വായിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിൽ വല്ലാതെ നൊന്തു. കാരണം അത്രമേലും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അത് താങ്ങാൻ കഴിയാതെ ആയിരിക്കും ഈ സംഭവം ചെയ്യേണ്ടത്.